ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിലെ 26 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതഃ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധവിയുക്താനാം, കാമങ്ങളിൽ നിന്നും ക്രോധങ്ങളിൽ നിന്നും ഒക്കെ തീർത്തും മുക്തരായവരും, യതചേതസാം നിയന്ത്രിക്കപ്പെട്ട മനസ്സോടുകൂടിയവരും, വിദിത ആത്മനാം ആത്മാവിനെ എന്ത് എന്ന് മനസ്സിലാക്കിയവരുമായ അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടിയവരുമായ യതീനാം യതികൾക്ക് ബ്രഹ്മനിർവാണം ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ പരമമായ ശാന്തി അഭിതഃ വർത്തതെ അവരുടെ ചുറ്റും സ്ഥിതി ചെയ്യുന്നു. മനസ്സിൽ നിന്ന് കാമം ക്രോധം മുതലായ എല്ലാ മാലിന്യങ്ങളും അകന്നവരും, ആവശ്യമായ രീതിയിൽ മനസ്സിനെ നിയന്ത്രിച്ചവരും, ആത്മബോധം സിദ്ധിച്ചവരുമായ യതികൾക്ക് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് അവരുടെ ചുറ്റും സ്ഥിതി ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങളാകുന്ന ഷഡ്വൈരികളെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ കഴിയുക, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾക്ക് വളരെ ശക്തമായ രീതിയിൽ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാനും അതുവഴി ഈശ്വര സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാനും ഒക്കെ സാധിക്കുന്ന ആ യതികൾക്ക് പരമമായ ശാന്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത് അവർക്ക് ജീവിച്ചിരിക്കെ തന്നെ സുലഭമാകുന്നു എന്നാണ്. പലപ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം കിട്ടുന്ന ഏതോ ഒരു ശ്രേഷ്ഠമായ അവസ്ഥയാണ് എന്നതാണ്. ഭാഗവതാദി പുരാണങ്ങളിലൂടെയെല്ലാം പല കഥാപാത്രങ്ങൾക്കും മോക്ഷം സിദ്ധിച്ചു എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതും അതുതന്നെയാണ്. എന്നാൽ ജീവിച്ചിരിക്കെ തന്നെ ഈ ശരീരത്തിൽ ആത്മാവിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പറഞ്ഞതായ ഷഡ്വൈരികളിൽ നിന്നെല്ലാം പൂർണ്ണമായും മുക്തി നേടി മനസ്സിനെ ശരിക്കും നിയന്ത്രിച്ച് ആ ഈശ്വര സാന്നിധ്യത്തെ അനുഭവിച്ച് അറിയുവാൻ സാധിക്കുന്നവരായ യോഗികൾക്ക് മോക്ഷം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കെ തന്നെ ലഭിക്കുന്ന ഒരു വസ്തുവായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് ഈ മോക്ഷം എന്ന അവസ്ഥയിലേക്ക് എത്തുവാൻ പ്രധാനമായും തടസ്സമായി നിൽക്കുന്നത് എന്തൊക്കെ എന്ന് നോക്കിയാൽ ആദ്യം വരുന്നത് ഈ ഷഡ്വൈരികളാണ്. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ. ഏതൊരു വസ്തുവിനെയും നമ്മൾ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് കാമമാകുന്നു. ആഗ്രഹിച്ച വസ്തു കിട്ടാതെ വരുമ്പോൾ അത് ക്രോധമാകുന്നു. ഇനി ആഗ്രഹിച്ചതിനെ കിട്ടിക്കഴിഞ്ഞാലോ അത് മറ്റാരുമായി പങ്കുവയ്ക്കില്ല എന്നത് ലോഭവും. പിന്നീട് വീണ്ടും വീണ്ടും അതുപോലെയുള്ള സുഖസാമഗ്രികൾ സ്വരുക്കൂട്ടണം അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം വരുമ്പോൾ അത് മോഹമാകുന്നു. പിന്നെ ഇത് നേടുന്നതിനിടയിൽ മറ്റുള്ളവരും
ഇതേ ആഗ്രഹത്തോടെ വർത്തിക്കുമ്പോൾ തമ്മിലുള്ള സ്പർദ്ധ അല്ലെങ്കിൽ ആ ഒരു മത്സരബുദ്ധിയാണ് മാത്സര്യം എന്ന് പറയുന്നത്. ഇനി ഇതിൽ പരസ്പരം സ്പർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ മതമായും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ഈ കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങളാണ് നമ്മളെ ഈ മോക്ഷത്തിൽ നിന്ന് എപ്പോഴും തടഞ്ഞു നിർത്തുന്നത്. ഗീതയിൽ തന്നെ മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധസ്തഥാ ലോഭ തസ്മാത് ഏതത്രയം ത്യജേത്. ത്രിവിധം നരകസ്യ ഇതം, ഈ നരകത്തിലേക്ക് പോകാനുള്ള 3 മാർഗങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. കാമഃ ക്രോധഃ തഥാ ലോഭഃ. ആഗ്രഹങ്ങൾ, അനിയന്ത്രിതമായ ആഗ്രഹങ്ങൾ. എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി നേടണം, സുഖമായി ജീവിക്കണം എന്നുള്ളത് മിതമായ ആഗ്രഹങ്ങളാണ്, ന്യായമായ ആഗ്രഹങ്ങളാണ്. എന്നാൽ ഈ കാമം എന്ന് പറയുമ്പോൾ അതൊന്നുമല്ല. അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള അനർഹമായതിനെ നേടിയെടുക്കണം എന്നുള്ള അദമ്യമായ ആഗ്രഹത്തെയാണ് ഒരുപക്ഷെ നമുക്ക് കാമം എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് ക്രോധമാകും. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധസ്തഥാ ലോഭ. അപ്പോൾ 3ാമത്തെ കാര്യം ലോഭം. വളരെ അധികം ധനം ആർജിച്ച് അതെല്ലാം കൈക്കൽ കരുതിക്കൂട്ടി വെച്ച് മറ്റാരുമായി പങ്കിടില്ല, ഇത് എൻ്റെ അടുത്ത തലമുറയ്ക്കും അല്ലെങ്കിൽ 10 തലമുറയ്ക്കും വേണ്ടി ഞാൻ സൂക്ഷിച്ച് വയ്ക്കണം എന്നുള്ള ആ ചിന്തയാണ് ലോഭം എന്ന് പറയുന്നത്. ഇത് 3മാണ് നമ്മളെക്കൊണ്ട് എല്ലാ കുൽസിത പ്രവൃത്തികളും ചെയ്യിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്കറിയാം, പല ഭരണാധികാരികളും അവരുടെ ആ ജോലിയുടെ ഭാഗമായി സമ്പാദിക്കുവാൻ കഴിയുന്ന അത്രയും സമ്പാദിച്ചു കൂട്ടുന്നവരും അത് തൻ്റെ മാത്രമല്ല തൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും വീണ്ടും അവർക്കുണ്ടാകുന്ന മക്കൾക്കും ഒക്കെയായിട്ട് കരുതി വെച്ച് അത്രയേറെ ധനം അനർഹമായി സമ്പാദിക്കുന്നവരുടെ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെയാണ് ഇവിടെ ഈ മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്ന ആളുകളുടെ ഗണത്തിൽ നമുക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. കൂടാതെ യഥചേതസാം, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നതും മറ്റൊരു ആവശ്യമാണ്. യഥേഷ്ടം മനസ്സ് അതിൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെ പായാൻ തുടങ്ങിയാൽ, ഉദാഹരണമായിട്ട് 5 കുതിരകളെ കെട്ടിയ ഒരു രഥമാണ് നമ്മൾ എന്ന് കരുതുക. ആ രഥത്തിൽ ഇരുന്നു കൊണ്ട് 5 കുതിരകളും 5 ദിക്കിലേക്കാണ് പോകുന്നതെങ്കിൽ ഏത് ദിക്കിലേക്കായിരിക്കും നമ്മളുടെ സഞ്ചാരം എന്ന് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഈ 5ൽ എല്ലാം തന്നെ നമ്മളെ അബദ്ധങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതും ആകുമ്പോൾ നിശ്ചയമായും അവയൊക്കെ നിയന്ത്രിക്കേണ്ടത് നമ്മളുടെ സ്വസ്ഥമായ ജീവിതത്തിന് വളരെ അത്യന്താപേക്ഷിതമായിത്തീരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ആത്മജ്ഞാനം നേടുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അങ്ങനെയുള്ള ആ യതികളെ ഇവിടെ ഗീത വിവക്ഷിക്കുന്നതാണ്. അവർക്ക് മുക്തി കരതലേ സ്ഥിത എന്നെല്ലാം പറയുന്നത് പോലെ അവർക്ക് ചുറ്റും മോക്ഷം സുലഭമാകുന്നു എന്നാണ്. ശരീരത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളെയും നിർവഹിച്ചുകൊണ്ട് അവയിലെല്ലാം മിതമായി മാത്രം ആസക്തിയെ നിലനിർത്തിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുവാൻ കഴിഞ്ഞ് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതെല്ലാം പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കുവാൻ വളരെ എളുപ്പമായി സാധിക്കും. അല്ലാത്തവർക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി തീരും. അങ്ങനെ സാധിക്കുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞ മുക്തി ചുറ്റും ലഭ്യമാണ് അല്ലെങ്കിൽ സ്ഥിതമാണ് എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് അത് അത്രയും
ദൂരെയുമാണ്. തന്നെയുമല്ല ഒരുപക്ഷെ പല ജന്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതും ആയ ഒരു വസ്തുവായി മാറും ഈ മോക്ഷം എന്ന് പറയുന്നത്. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനം. സ്പർശാൽ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോ ബുദ്ധിർമുനിർമോക്ഷപരായണഃ വിഗതേച്ഛ ഭയക്രോധസ്യ സദാ മുക്ത ഏവ സഃ. സ്പർശാൻ കൃത്വാ ബഹിഃ ബാഹ്യാൻ ചക്ഷുഃ ച ഏവ അന്തരേ ഭ്രുവോഃ പ്രാണ അപാനൗ സമൗ കൃത്വാ നാസ അഭ്യന്തരചാരിണൗ യതേന്ദ്രിയ മനോബുദ്ധിഃ മുനിഃ മോക്ഷപരായണഃ വിഗത ഇച്ഛാഭയക്രോധഃ യഃ സദാ മുക്തഃ സ ഏവ. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ. ബഹിർബാഹ്യാൻ സ്പർശാൻ കൃത്വാ, ബാഹ്യാൻ സ്പർശാൻ പുറമേയുള്ള എല്ലാ വിഷയങ്ങളെയും ബഹിർകൃത്വ പുറത്ത് നിർത്തിയിട്ട് ചക്ഷുഃ ച ഏവ അന്തരേ ഭ്രുവോഃ ചക്ഷുസിനെ കണ്ണുകളെ ഈ ഭ്രൂമധ്യത്തിലായിട്ട് സ്ഥാപിച്ചിട്ട് പ്രാണ അപാനോ സമൗ കൃത്വ പ്രാണവായുവിനെയും അപാനവായുവിനെയും ശ്വാസവായുവിനെയും ഉച്ഛ്വാസവായുവിനെയും സമമാക്കിയിട്ട് നാസാഭ്യന്തരചാരിണവും നാസാരന്ധ്രങ്ങൾ കൂടി സഞ്ചരിക്കുന്ന പ്രാണാപാനവായുക്കളെ സമമാക്കിയിട്ട് യഥേന്ദ്രിയ മനോബുദ്ധി ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവയൊക്കെ യഥമാക്കിയാൻ അല്ലെങ്കിൽ അടക്കിയവനും മുനിഹി മോക്ഷപരായണ ആ മുനി യാതൊരുവനോ അയാൾ മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കിയതുമായ വിഗത ഇച്ഛാഭയക്രോധ വിഗതമായ അല്ലെങ്കിൽ നഷ്ടമായ ഇച്ഛയോടും ഭയത്തോടും ക്രോധത്തോടും കൂടിയ മുനി സദാ മുക്ത ഏവ സഹ അയാൾ എല്ലായ്പ്പോഴും മുക്തൻ തന്നെ ആണെന്നാണ് പറയുന്നത്. ഇവിടെ ബാഹ്യമായ വിഷയങ്ങളെയൊക്കെ ഇന്ദ്രിയ വിഷയങ്ങൾ എല്ലാം സ്പർശാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ത്വക്കിൻ്റെ മാത്രം ഇന്ദ്രിയ വിഷയത്തെയാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും അത് 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുന്നതാണ്. അവിടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന 5 ഇന്ദ്രിയ വിഷയങ്ങളെയും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ അവയെല്ലാം പുറമേ തന്നെ നിർത്തിയിട്ട് ചക്ഷുസിനെ കണ്ണുകളെ കൃഷ്ണമണികളെ ഭ്രൂമധ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് നാസാരന്ധ്രത്തിലൂടെ എടുക്കുന്ന പ്രാണവായുവും അപാനവായുവിനെ സമമാക്കിക്കൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഇച്ഛ ഭയം ക്രോധം എല്ലാത്തിൽ നിന്നും മുക്തനായിരിക്കുന്ന മോക്ഷപരായണൻ മോക്ഷത്തെ മാത്രം ആഗ്രഹിക്കുന്നവനായിരിക്കുന്ന മുനിഹി ആ മുനിയാവട്ടെ സദാ മുക്ത സ ഏവ അയാൾ എല്ലായ്പ്പോഴും മുക്താവസ്ഥയിൽ തന്നെയാകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ധ്യാന യോഗത്തിൽ പറയുന്ന ഒരു രീതിയെയാണ് സ്പർശിച്ചിരിക്കുന്നത്. നാരായണീയത്തിൽ ധ്യാനയോഗം എന്ന് പറയുന്ന ആ ദശകത്തിൽ പറയുന്നുണ്ട്, ധ്യാനം തേ ശീലയേയം സമതനുസുഖബദ്ധാസനോ നാസികാഗ്രന്യസ്താക്ഷ പൂരകാദ്യൈ ചിതപവനപദശ്ചിത്തപത്മം ത്വവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വാ രവിവിദുഷികിന സംവിചിന്യോപരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം സജലജലധര ശ്യാമളം കോമളാംഗം. ധ്യാനം തേ ശീലയേയം അങ്ങേ ധ്യാനിക്കുന്നത് ഞാൻ ശീലിച്ചുകൊള്ളാം ഭഗവാനെ. സമതനു ശരീരത്തെ സമമാക്കി നിർത്തിയിട്ട്
സുഖബദ്ധാസന, സുഖകരമായിരിക്കുന്ന ആസനവിശേഷത്തെ കൈക്കൊണ്ടിട്ട് നാസികാഗ്രേ ന്യസ്ത അക്ഷ, നാസികയുടെ മേലറ്റത്ത് നസിക്കപ്പെട്ട അക്ഷകളോടുകൂടി പൂരകാദ്യൈ ജിത പവനപദ, പൂരക കുംഭക രേചക ക്രമത്തിലൂടെ പ്രാണവായുവിനെ ഉള്ളിലേക്കെടുക്കുക, അവിടെ നിർത്തുക, പുറമേക്ക് വിടുക. അത് കഴിഞ്ഞിട്ട് സജല ജലധര ശ്യാമളം കോമളാംഗം, ആ നീല നിറത്തോടു കൂടിയിരിക്കുന്ന മനോഹരമായ രൂപത്തെ രവിവിദുഷികിന സംവിചിന്യോപരിഷ്ടാത്, സൂര്യചന്ദ്രന്മാർക്കും അഗ്നിക്കും ഒക്കെ നടുവിലായി ഇരിക്കുന്നതായ ആ രൂപത്തെ ഞാൻ ധ്യാനിച്ചു കൊള്ളാം എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ധ്യാനിക്കുന്നതിന് പ്രാഥമികമായിട്ട് ഒരു ആസനവിശേഷം വേണം. ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ ബാഹ്യമായിരിക്കുന്ന ഒരു ഇന്ദ്രിയ വിഷയങ്ങളും നമ്മളെ അലട്ടാൻ പാടില്ല. അപ്പോൾ അതിനായിട്ടാണ് കണ്ണ് അടച്ചിരുന്നാൽ ഉറങ്ങിപ്പോയേക്കാം, കണ്ണ് തുറന്നിരുന്നാൽ ബാഹ്യ വിഷയങ്ങൾ കണ്ടു എന്നും വരാം. അപ്പോൾ കണ്ണ് അടയ്ക്കാതെയും തുറക്കാതെയുമുള്ള ഒരവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ചക്ഷുഹു ച ഏവ അന്തരേ ഭ്രുവോഹു, ഈ പുരികങ്ങൾക്ക് ഇടയിലുള്ള നാസികയുടെ മേലറ്റത്തിലേക്ക് ദൃഷ്ടി കേന്ദ്രീകരിക്കുക. അത് ഈ രണ്ട് അവസ്ഥയ്ക്കും ഇടയിലുള്ളതാകുന്നു എന്ന് പറയുന്നു. എന്നിട്ട് നാസാരന്ധ്രം വഴിയുള്ള പ്രാണനെയും അപാനനെയും സമമാക്കി ചെയ്തിട്ട് യഥേന്ദ്രിയ മനോബുദ്ധി, നിയന്ത്രിക്കപ്പെട്ട മനസ്സ്, ബുദ്ധി എന്നിവയോട് കൂടിയിട്ട് വിഗത ഇച്ഛാഭയക്രോധ, വിഗതമായ അല്ലെങ്കിൽ നഷ്ടമാക്കിയിരിക്കുന്ന ഇച്ഛയും ഭയയും ക്രോധവും ഒക്കെ കൂടിയവനായിരിക്കുന്ന മോക്ഷപരായണ, മോക്ഷം മാത്രം ആഗ്രഹിക്കുന്നവനായിരിക്കുന്ന ആ മുനി സദാമുക്ത സ ഏവ, സദാസമയവും അദ്ദേഹം മുക്തൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ധ്യാനയോഗത്തിലൂടെ ചെയ്യുന്ന ഉപാസനയെക്കുറിച്ച് തന്നെയാണ് വ്യക്തമായിട്ട് ഭഗവാൻ ഉപദേശിക്കുന്നത്. സദാസമയവും നമ്മൾ ജാഗ്രതയോടുകൂടിയാണ് ഇന്ദ്രിയ വിഷയങ്ങളെയും പ്രാണാപാനന്മാരെയും ഒക്കെ ക്രമീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രിയ വിഷയങ്ങളെ സദാസമയവും നിയന്ത്രിക്കുവാനായിട്ട് ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണമായിട്ട് നമ്മളുടെ കണ്ണുകൊണ്ട് എല്ലാ കാഴ്ചകളും കണ്ടാൽ അത് നമ്മളെ അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ അതുകൊണ്ട് കാണേണ്ടാത്ത കാഴ്ചകളെ കാണാതിരിക്കണമെങ്കിൽ കണ്ണടച്ചിരിക്കണം എന്ന് പറയുന്നത് പോലെ വേണ്ടാത്ത ശബ്ദങ്ങളെ കേൾക്കുക എന്ന അവസ്ഥയിൽ നമുക്ക് ചെവിയും അടച്ചു വയ്ക്കാം. അല്ലെങ്കിൽ വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലത്തുകൂടി സഞ്ചരിക്കുമ്പോൾ നമ്മൾ മൂക്കുപൊത്തി സഞ്ചരിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നൊക്കെ ഇന്ദ്രിയങ്ങളെ നമുക്ക് പിൻവലിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നത് തന്നെയാണ്. അങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളെ യഥേഷ്ടം മേയാൻ വിടാതെ ഇരിക്കുമ്പോഴാണ് അതിനോടുള്ള ആ താല്പര്യം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചതിന് ശേഷം പ്രാണാപാനന്മാരെയും നിയന്ത്രിച്ച് മോക്ഷത്തിൽ മാത്രം ശ്രദ്ധയുള്ളവരായി ഇരുന്നു കൊണ്ട് ധ്യാനം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മോക്ഷപദത്തിലേക്ക് എത്തുവാനുള്ള മാർഗം തെളിഞ്ഞു കിട്ടുന്നത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോ ബുദ്ധിർമുനിർമോക്ഷപരായണഃ വിഗതേച്ഛാ ഭയക്രോധ യഃ സദാ മുക്ത ഏവ സഃ ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി.
ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം പൃച്ഛതി. ഭോക്താരം യജ്ഞതപസാം, യജ്ഞത്തിൻ്റെയും തപസ്സിൻ്റെയും ഒക്കെ ഭോക്താവ് ഞാനാകുന്നു. ഭഗവാൻ പറയുക, സർവലോകമഹേശ്വരം, എല്ലാ ജീവജാലങ്ങൾക്കും മഹേശ്വരനായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. സുഹൃദം സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങൾക്കും സുഹൃത്തായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. ഇതി മാം ജ്ഞാത്വാ, ഇപ്രകാരം എന്നെ അറിഞ്ഞിട്ട് ശാന്തിം പൃച്ഛതി, ആ മുനി ശാന്തിയെ പ്രാപിക്കുന്നു. നമ്മൾ ഏത് യജ്ഞം ചെയ്താലും തപസ് ചെയ്താലും ഒക്കെ അവിടെ ഉപാസിക്കപ്പെടുന്ന ശക്തി വിശേഷം ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരൻ തൻ്റെ പരിചയം നമുക്ക് പറഞ്ഞു തരിക. ഞാൻ എന്ന് പറയുന്നത് എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഒക്കെ ഭോക്താവാകുന്നു. തന്നെയുമല്ല സർവലോക മഹേശ്വരം, സർവലോകങ്ങൾക്ക് ഞാൻ മഹാനായ ഈശ്വരനാകുന്നു. കൂടാതെ സർവഭൂതാനാം സുഹൃതം, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള സ്ഥായിയായ സുഹൃത്തും ഞാൻ തന്നെയാകുന്നു. ഇതി മാം ജ്ഞാത്വാ, ഇപ്രകാരം എന്നെ അറിയുന്ന മുനി ശാന്തിം ഋച്ഛതി, ശാന്തിയെ പ്രാപിക്കുന്നു. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഒക്കെ ഫലം അനുഭവിക്കുന്നവനായും എല്ലാ ലോകങ്ങൾക്കും മഹേശ്വരനായും എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്തായും എന്നെ അറിയുന്ന യോഗി നിത്യമായ ശാന്തിയെ പ്രാപിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്നതായ ഏകമായ ചൈതന്യം ആ പരമാത്മാവിൻ്റെതാണ്. എല്ലാ ജീവജാലങ്ങളും ആ പരമാത്മാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഉദ്ഭവവും സ്ഥിതിയും സംഹാരവും ഒക്കെ നടക്കുന്നത് അതിൽ തന്നെയാണ്. അല്ലാതെ അതിൽ നിന്ന് അന്യമായിട്ട് ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിൽ ഇല്ല തന്നെ. അപ്പോൾ അങ്ങനെയിരിക്കെ ആ പരമാത്മ ചൈതന്യത്തിന് അന്യമായിട്ടൊരു വസ്തുവും ഇല്ലാത്തതിനാൽ എല്ലാ ജീവജാലങ്ങളുടെയും പ്രവൃത്തികളുടെ ഒക്കെ കേന്ദ്രബിന്ദുവും ആ ഈശ്വരൻ തന്നെയാകുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭഗവാൻ മഹേശ്വരനാണ്, എല്ലാ ജീവികളുടെയും സുഹൃത്തും ആണ്. അതുകൊണ്ടാണ് ഈ ഈശ്വരനെ നമ്മൾ ഏതേത് ഭാവത്തിൽ ഉപാസിച്ചാലും, അത് പിതൃഭാവത്തിലാവാം, പുത്രഭാവത്തിലാവാം, സുഹൃത്തായിട്ടാവാം, ശത്രുവായിട്ടാവാം, അല്ലെങ്കിൽ മിത്രമായിട്ടാവാം, അങ്ങനെ പുത്രനായിട്ടാവാം, ഇങ്ങനെ പല ഭാവങ്ങളിലാണ് ഉപാസകന്മാർ ഭഗവാനെ ഉപാസിക്കുന്നത്. അപ്പോൾ ഏതേത് ഭാവത്തിൽ ഉപാസിച്ചാലും ഉപാസ്യ ദേവത ആ ഈശ്വരനാകുമ്പോൾ ആ ഉപാസന ആ ഈശ്വരനിലേക്ക് തന്നെ എത്തിച്ചേരുന്നതും അവർക്കൊക്കെ ശാന്തിയെ പ്രദാനം ചെയ്യുന്നതുമായി തീരുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം ഋച്ഛതി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.